ഗെയ്സ്, ഞാൻ വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കർണാടകയിൽ കുഷാനഗറിലാട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടി സൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. കണ്ടു കഴിഞ്ഞിട്ട് റിട്ടേൺ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അമ്പലത്തിൽ കൂടി ഒന്ന് തൊടുകാന്ന് വിചാരിച്ചു. തൊഴുത് കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കൂടി കണ്ടത്. അപ്പോൾ ഒന്നും നോക്കില്ല, വണ്ടി സൈഡാക്കി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് പിരിയാപട്ടണം എന്നാട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ ഈ തിരക്കെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടെ ദീപാവലി ആഘോഷങ്ങളാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പൂരത്തിൻ്റെ ഒരു ഫീൽ കിട്ടി. ഒരു 100-400 മീറ്ററോളം ഫുള്ള് കച്ചവടക്കാരാട്ടോ. പല രീതിയിലുള്ള കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. ഞങ്ങളിവിടെ മൊത്തം കറങ്ങിട്ടോ. എല്ലാവരും വൈകുന്നേരത്തേക്കുള്ള കച്ചവടത്തിലുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന ലാസ്റ്റ് അമ്പലത്തിന് അവിടെ എത്തിയിട്ടോ. അമ്പലത്തിന് അവിടെ എത്തിയപ്പോൾ നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടാകുന്നുണ്ട്. ഇവരൊക്കെ ക്യൂ നിന്ന് തൊഴുകാൻ നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് ക്യൂ നിന്ന് തൊഴുകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ തൊഴുതുട്ടോ. പിന്നെ കണ്ട കാഴ്ച ഇവർ വാഹന പൂജ ഉണ്ടായിരുന്നു കേട്ടോ. വാഹന പൂജ കണ്ടപ്പോൾ നമ്മളെ വണ്ടി കൂടി ഒന്ന് പൂജിക്കാൻ വേണ്ടി കൊടുത്തേ. പിന്നെ ഞാൻ കണ്ടത് ഈ വാദ്യം കേട്ടോ. ഈ വാദ്യത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ കേട്ട് നിൽക്കുന്ന നല്ല ഫീൽ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഈ കച്ചവടക്കാരുടെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയണ്ട. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ചെരുപ്പ് കടയിൽ കയറി നോക്കിട്ടോ. ഈ കാണുന്ന ചെരുപ്പിനൊക്കെ വെറും 150 രൂപയുള്ളൂ കേട്ടോ. ഈ കാണുന്ന മൊബൈലിൻ്റെ പൗച്ച് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് വെറും 60 രൂപ തൊട്ട് 100 വരെ ഉള്ളൂ കേട്ടോ. പിന്നെ വെറും 400 രൂപയ്ക്കാട്ടോ ഇവിടെ ടാറ്റൊക്കെ അടിച്ചു കൊടുക്കുന്നത്. നമുക്കറിയില്ല ഇത് അടിച്ച പണി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അടിക്കാൻ നിന്നില്ല, വെറുതെ കണ്ടു നിന്നു. അവിടെ മൊത്തം നടന്നു കറങ്ങിയതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചിട്ടോ.